സോ നമുക്ക് ആക്ച്വലി പൊളിറ്റിക്സിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതേപോലെ തന്നെ ഗവർണർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഇവരൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷനില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവർണറിന്റെ പവർ, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഗവർണറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതൊന്ന് ബേസിക്കലി പഠിച്ചു വെക്കാം. The governor of a state is appointed by the president on the advice of prime minister, vice president, chief minister, chief justice. സോ ഗവർണറുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയൻ ആണ് ഗവർണർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ലെജിസ്ലേഷൻസ് സൈൻ ചെയ്യുക, സ്റ്റേറ്റ് ഏജൻസിന്റെ ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യുക, സ്റ്റേറ്റ്സിന്റെ നാഷണൽ ഗാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഗവർണർ ആണ്. ആൻഡ് ഗവർണറിനെ ബേസിക് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട്, അതായത് നമുക്കറിയാം ഇവിടെ ഗവർണർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് ഗവർണറിനെ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ഗവർണർ they hold office with the pleasure of a president എന്നാ പറയുന്നത്. അതായത് പ്രസിഡന്റ് ആണ് ഇവിടെ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് പ്രസിഡന്റിന് തോന്നുകയാണ് if that particular governor is not working according to the principles, rules or regulations എന്ന് തോന്നുകയാണെങ്കിൽ ഗവർണറിന് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? പ്രസിഡന്റിനെ നമുക്ക് ടെന്യൂർ ചെയ്യാൻ, അതേപോലെ തന്നെ പ്രസിഡന്റിനെ നമുക്ക് പിരിച്ചുവിടാൻ വരെയുള്ള അധികാരം ഉണ്ട് എന്നാണ് ബേസിക്കലി പറയുന്നത്. ആൻഡ് ഇവിടെ ഗവർണർ ആവണമെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ തന്നെ 35 വയസ്സ്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 35 years എങ്കിലും എന്തുണ്ടായിരിക്കണം? ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അദ്ദേഹത്തെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ് ഗവർണർ എന്നൊക്കെ നമുക്ക് ബേസിക്കലി പറയാം അല്ലെ. കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ, അതായത് എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ഗവർണറിനെയാണ്. ആൻഡ് ബേസിക്കലി ചീഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അതേപോലെ തന്നെ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക? സമോൺ ചെയ്യുക, അതേപോലെ പ്രൊറോഗിങ് ചെയ്യുക, ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ ഗവർണർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ആണ് ഗവർണർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഉള്ളത്. ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. അപ്പൊ ഗവർണറുമായി നമ്മളൊരു ചോദ്യം പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകൾ കൂടിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവിടെ ബേസിക് ആയിട്ട് വരുന്ന എന്താ? ഗവർണറിന്റെ ഏരിയയിലേക്ക് വരുമ്പോ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. ആദ്യത്തെ ഗവർണർ ജനറൽ 1835 എന്ത് പറയുന്നത്? ലോർഡ് വില്യം ബെന്റിക്കിനെ നമ്മൾ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം കാനഡ, ഓസ്ട്രേലിയ ആ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഗവർണർ ജനറലിനെ എന്തായിട്ട്, അതായത് ബേസിക് ആയിട്ട് അവര് എന്താ ചെയ്യുന്നത്? അവര് സങ്കല്പിക്കുന്നത് ഗവർണറിനെ ഒരു മൊണാർക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ റിഗാർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ സങ്കല്പിക്കുന്നത്. അപ്പൊ ഗവർണർക്ക് ബേസിക്കലി എന്താ വെച്ചാൽ റാപ്പിഡ് ആയിട്ടുള്ള റോളാണ് ജനറലി പെർഫോം ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഇനി ഗവർണർ ഓഫ് എ സ്റ്റേറ്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ആരെ അഡ്വൈസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് ഓപ്റ്റ് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഗവർണർ ഓഫ് എ സ്റ്റേറ്റിനെ അപ്പോയിന്റ് ആര് ചെയ്യുന്നത്? പ്രസിഡന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൂ ഈസ് കൺസിഡർഡ് ദ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇൻ ഇന്ത്യ? സോ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡിഫാക്ടോവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ
പവർ തന്നെ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ തന്നെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ ആ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതാണെങ്കിലും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ പവറിന്റെ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിലും അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ബേസിക് ആയിട്ട് പ്രൈം മിനിസ്റ്ററിന് ഒരു രാജ്യത്തിന്റെ കൺസിഡറേഷനിൽ എന്ത് ചെയ്യാനുള്ളത്, ചെയ്യാനായിട്ട് ഉള്ളത് അല്ലെ. സോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഗവൺമെന്റും അതുപോലെ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുമാണ്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റും റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുമാണ് ആര്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 74, 75, 78, 366 ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ എന്താണ് ഓതറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നയിക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ട് ബേസിക് ആയിട്ട് പറയുന്നത്. അതേപോലെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു ഫിക്സഡ് ടെന്യൂർ വെച്ചിട്ട് ഒരു ഓഫീസും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോഫിറ്റ് ഒറിജിനേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസിഡറേഷന് പോലും അവരെന്ത് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല, പാടില്ല എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. മെജോറിറ്റി സ്കീം നോക്കിയിട്ടാണ് ജനറലി അവരെന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൺസിഡറേഷൻ ചെയ്യുന്നത്. ലോകസഭയില് അതായത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഹൗസിൽ മെമ്പർ ആവണം. സോ ലോകസഭയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 25 അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ 30 years ആണ് ബേസിക് ആയിട്ട് ഇതുമായി റിലേറ്റ് ചെയ്ത് പറയുന്നത്. പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് ആർട്ടിക്കിൾ 75ന്റെ കീഴിലാണ് പ്രസിഡന്റ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂളോ റെഗുലേഷനോ ഒന്നിന്റെയും ബേസിസിലല്ല. മെജോറിറ്റി പാർട്ടി അല്ലെ, ലോകസഭയിലുള്ള മെജോറിറ്റി പാർട്ടിയുടെ ലീഡറിനെയാണ് ജനറലി നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് 74, 75, 78 and 366 എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പ്രസ്താവിക്കുന്നത് ആർട്ടിക്കിൾ 74 ആർട്ടിക്കിൾ 74 പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എന്ത് ഹെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈം മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ വഴി മാത്രമേ എന്ത് ചെയ്യാനായി സാധിക്കുള്ളൂ, നമുക്ക് പ്രൈം മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനും, അതേപോലെ ഇപ്പം ലോക്സഭ സപ്പോസ് എന്തെങ്കിലും ഒരു ക്ലാഷ് വന്ന് ഡിസോൾവ് ചെയ്യണമെങ്കിൽ അവിടെ എല്ലാം അഡ്വൈസ് ചെയ്യാനായിട്ട് ആർക്കേ സാധിക്കുള്ളൂ, ഇവർക്കാണ് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളും ഉണ്ട്. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ ആയി ഇരുന്നത് ആരാണ്, ഗുൽസാരിലാൽ നന്ദയാണ്. ഏറ്റവും കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. 13 ദിവസം ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഗുൽസാരിലാൽ നന്ദ എന്നാണ്. 13 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആർട്ടിക്കിൾസ് 74 എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയി ഇതുമായി ലിങ്ക് ചെയ്ത് വരുന്ന ഒന്നായിരുന്നു. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അടുത്ത ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഇസ് ദ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആർട്ടിക്കിൾ 74, ആർട്ടിക്കിൾ 75, ആർട്ടിക്കിൾ 78, ആർട്ടിക്കിൾ 88. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 75 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 75 പ്രകാരമാണ് ബേസിക് ആയിട്ട് എന്തുള്ളത്, നമ്മള് പ്രസിഡന്റ്, അതായത് പ്രസിഡന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഹു among the following holds office during the pleasure of the president? പ്രസിഡന്റിന്റെ, അതായത് നമ്മളിവിടെ ബേസിക്കലി പറഞ്ഞു പ്രസിഡന്റിന്റെ ആ ഒരു ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ പ്രകാരം, ഇപ്പൊ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സർട്ടൻ റൂൾസ് റെഗുലേഷൻസ് ഇതെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോർമലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ്
അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതല്ല ആക്ച്വലി അവിടെ വരുന്നത്. അവിടെ ആക്ച്വലി വരുന്നത് എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്താ ആവശ്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിഡറേഷൻ ആയിക്കൊള്ളട്ടെ, അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ പ്രസിഡന്റിന്റെ താല്പര്യാർത്ഥം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ താല്പര്യാർത്ഥമാണ് അല്ലെ, വേണം അവര് പ്രവർത്തിക്കണം. അപ്പൊ ആരാണ് അവിടെ വരുന്നത്? അവിടെ വരുന്നത് ഗവർണർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not true regarding payment of emoluments of the president? Okay, they can be reduced during a financial emergency. നമുക്കറിയാം എമർജൻസി സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പല എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, നാച്ചുറൽ എമർജൻസി, ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ എമർജൻസി സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് എമലുമെന്റ്, ഇപ്പൊ പ്രസിഡന്റിന് ഒരുപാട് എമലുമെന്റ്സ് കിട്ടുന്നുണ്ടാവും അല്ലെ, ഏതാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. They can be reduced during a financial emergency. They are shown separately in the budget. They are charged on the contingency fund of India. They do not require any parliamentary sanction. So പ്രസിഡന്റുമായി റിലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിട്ടാണ് പ്രസിഡന്റ് വരുന്നത്. ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ ആയിട്ടും നമ്മൾ കാണുന്നത് ആരെയാണ്? പ്രസിഡന്റിനെയാണ് കാണുന്നത്. പ്രസിഡന്റിന്റെ ആ ഒരു പവർ എന്നല്ല ടെന്യുവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ടെന്യുവർ അല്ല ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 52 to 78 വരെയാണ് വരുന്നത്. ഇൻഡയറക്ട്ലി നമ്മൾ ഇലക്ട്രൽ കോളേജസ് വഴിയാണ് ഇലക്ട് ചെയ്യുന്നത്. 5 വർഷത്തേക്കാണ് വരുന്നത്. അതേപോലെ പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ്, ഇവരുടെയൊക്കെ അഡ്വൈസ് പ്രകാരമാണ് ആര് വർക്ക് ചെയ്യുന്നത്? പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 52, 53 എന്നുള്ള ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ. ഇവിടെ എന്താ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ചാണ് ജനറലി അവിടെ സിംബലൈസ് ചെയ്യുന്നത്. 35 വയസ്സാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 35 വയസ്സാണ് ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓത്ത് ടേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 60 അതായത് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫെൻഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 60 ആണ്. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴിയാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എലക്ട് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക, ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, എല്ലാം ഇവർക്കുള്ള ഒരു റോൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്നാണ് അദ്ദേഹം കയറിയത് ഓത്ത് സെറമണി, അല്ലെങ്കിൽ അദ്ദേഹം എന്നാണ് പ്രസിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്തത്? ഇറ്റ് വാസ് ഓൺ January 26, 1950 ആണ് വരുന്നത്. സോ ഇവിടെ റൈറ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് ദേ ആർ ചാർജ്ഡ് ഓൺ ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല ഇവിടെ. എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ എമർജൻസിന്റെ സമയത്ത് നമുക്ക് റിഡക്ഷൻ കൊണ്ടുവരാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് വരികയാണ്. സോ സിൻസ് ഫിനാൻഷ്യൽ ബ്രേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിന് എന്ത് ചെയ്യണം? ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്താ, ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. അതേപോലെ ബഡ്ജറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഷോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പാർലമെന്ററി സാങ്ഷൻ, പ്രത്യേകപരമായിട്ടുള്ള ഒരു പാർലമെന്ററി സാങ്ഷന്റെ ആവശ്യമൊന്നും ജനറലി എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. പക്ഷെ കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള, കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്നുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെ, അതിൽ നിന്നൊന്നും റിലേറ്റ് ചെയ്തിട്ടല്ല ജനറലി എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ടു ദ ലോകസഭ ആൻഡ് ദ രാജ്യസഭ ഇസ് 16, 11, 14, 2. ഇതാണ് ബേസിക് ആയിട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്? ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ലോകസഭ ആൻഡ് രാജ്യസഭ 2 ആണ് വരുന്നത്. അതായത് ഈ പ്രൊവിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഒക്കെ, കാരണം ഓരോ ഫീൽഡിലും എന്താണ്, എക്സ്പേർട്ട് ആയവരെ നമുക്ക് ആവശ്യമാണ് അല്ലെ. സോ ഓരോ ഫീൽഡിലും എക്സ്പേർട്ട് ആയവരെ എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രൽ കോളേജ് ഫോർ ഇലക്ടിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നമ്മൾ ഇലക്ട് ചെയ്യുന്നത് ഇലക്ടറൽ കോളേജ് വഴിയാണെന്ന് പറഞ്ഞു അല്ലെ. സോ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോകസഭ, elected members of the legislative assembly of each state, elected members of the legislative council, elected members of Rajya Sabha. So പ്രസിഡന്റിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ടറൽ കോളേജ് വഴിയാണ് നമ്മൾ ഇലക്ട് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ വരാത്തത് ഏതാണ്? ലോകസഭയിലെ മെമ്പേഴ്സ് വരുന്നതാണ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നതാണ്, പിന്നെ ഇവിടെ ഏതാണ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ വരുന്നതാ. പക്ഷേ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇലക്ടറൽ കോളേജിലേക്ക് നമ്മൾ അഡയർ ചെയ്യില്ല. കാരണം ഇലക്ടറൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരെ എന്ത് ചെയ്യുക, ഇവരെ അണ്ടർടേക്ക് ചെയ്യുക, ഇവരുടെ ആക്ടിവിറ്റീസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ആയിട്ട് എവിടെ വരുന്നത്, ഇതിന്റെ കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ അഡയർ ചെയ്യുന്നത്. അടുത്തത്, Council of Ministers in a parliamentary type of government can remain in office till it dash enjoy the support. So ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് വളരെ ഇമ്പോർട്ടന്റ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി എന്താ, എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഫോം ചെയ്യുന്നത് അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പോപ്പുലർലി നോൺ ആസ് COM എന്നൊക്കെ നമ്മൾ പറയാം. ഹയസ്റ്റ് അതോറിറ്റി ആണ്, ബേസിക്കലി ഇന്ത്യയിലെ ഹയസ്റ്റ് അതോറിറ്റി ആണ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത്. ആൻഡ് പ്രസിഡന്റിനെ പല സിറ്റുവേഷൻസിലും എയ്ഡ് ചെയ്യുകയും അതേപോലെ അവരെന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് ഗവേൺ ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ തന്നെയാണ്. പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കും. അത് ആർട്ടിക്കിൾ 74 പ്രകാരമാണ് പ്രസിഡന്റിന് പല മാറ്റേഴ്സിലും എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ they are appointed by the president on prime minister's അഡ്വൈസ് എന്നാ പറയുന്നത്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആര് സപ്പോർട്ടോട് കൂടി? പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസോട് കൂടി. ആർട്ടിക്കിൾ 75 ആണ് അതിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ബേസിക്കലി അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ടു ദ ലോക്സഭയും അവർക്കുണ്ട്. അവർക്ക് എന്തുണ്ട്? വളരെ വലിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത്. ആർട്ടിക്കിൾ 75 ആണ് ശരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെ ഒറിജിനേഷനെ കുറിച്ച്, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വരുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 74 ആണ്. ആർട്ടിക്കിൾ 75 എന്താ? റെസ്പോൺസിബിലിറ്റി, അപ്പോയിന്റ്മെന്റ് എന്തിനാ, അവരെ അപ്പോയിന്റ് ചെയ്തത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 75 ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2003 ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, എത്ര മിനിസ്റ്റേഴ്സ് വേണം എന്നതിന് ഒരു ത്രെഷോൾഡ് ലിമിറ്റ് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇവിടെ ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ ടു 15% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെ 163 ആർട്ടിക്കിൾ 163 ആണ് പറയുന്നത്. ഇവിടെ എന്താ, ഗവർണറിനെ അഡ്വൈസ് ചെയ്യുക അല്ലെ, അതാണ് ബേസിക് ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 164 ആണെങ്കിൽ സെന്ററിന് പാരലൽ ആയി തന്നെയാണ് വരുന്നത്. ഗവർണർ എന്ത് ചെയ്യുന്നു, ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ള മിനിസ്റ്റേഴ്സിനെ എല്ലാം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയോട് കൂടി അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയോട് കൂടി അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അവരെ അപ്പോയിന്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ അവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ പാർലമെന്ററി ടൈപ്പ് ഓഫ് ഗവൺമെന്റ് can remain in office till it, ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ് എൻജോയ്സ് സപ്പോർട്ട് അല്ലെ. അങ്ങനെയാണ് അവർക്ക് മെജോറിറ്റി മെമ്പേഴ്സിനും എന്താണ് സപ്പോർട്ട് വേണം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഇല്ല, ബിക്കോസ് അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു ലീഡറിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീഡർ ഫങ്ഷൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ, അവിടെയുള്ള കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സപ്പോസ് ദേ ആർ നോട്ട് ഫോളോയിങ് ദാറ്റ്, സപ്പോസ് ദേ ആർ നോട്ട് അറ്റയറിംഗ് ടു ദാറ്റ്,
ഹൗ ക്യാൻ വി ഫ്ലറിഷ്, ഹൗ ക്യാൻ വി വർക്ക്, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനോ വർക്ക് ചെയ്യാനോ സാധിക്കില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, നമുക്ക് അതേ അറിയണം, അതുപോലെ തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാനായിട്ട് സാധിക്കും. അടുത്തത്, which of the following appointments is not made by the president? So chief of the army, speaker of Lok Sabha, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ആരാണ്, നമ്മുടെ ചീഫ് ഓഫ് ദ എയർഫോഴ്സ്. ആരാണ്? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്കറിയാം, ഇപ്പം സ്പീക്കറിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, സ്പീക്കർ ഓഫ് ലോകസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പീക്കർ ആണ് ബേസിക്കായി ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകസഭയിലെ അല്ലെ, അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ ആണ് സ്പീക്കർ എന്ന് നമുക്ക് പറയാം. അതേപോലെ ലോവർ ഹൗസ് ഓഫ് പാർലമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ലോവർ ഹൗസ് ഓഫ് പാർലമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡിയായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? സ്പീക്കറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഗാർഡിയൻ ഓഫ് പവർ എന്നൊക്കെ നമുക്ക് ബേസിക്കലി പറയാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 93 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമുക്ക് ഈ സ്പീക്കർ എന്നൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓഫീസ് ഓഫ് ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 93 മുതൽ 97 വരെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ 93 മുതൽ 97 വരെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ സിമ്പിൾ മെജോറിറ്റി നോക്കിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇവരെ ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ഷൻ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എന്നിരുന്നാലും സിമ്പിൾ വോട്ടിംഗ് സിസ്റ്റം, സിമ്പിൾ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോ സ്പീക്കറിനെ ആക്ച്വലി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി സ്പീക്കറിനെ നമുക്ക് റിമൂവ് ചെയ്യാനായി. അതേപോലെ ഒരു 14 days നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പറയാണ് വി ഡോണ്ട് നീഡ് സ്പീക്കർ, ദേ ആർ നോട്ട് സേഫ് ഗാർഡിങ് അവർ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻ പറയുവാണെങ്കിലും എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സ്പീക്കർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫൈനൽ ഇന്റർപ്രറ്റർ ആയിട്ട് നമുക്ക് ആരെ പറയാം, സ്പീക്കറിനെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു ബില്ലിനെ മണി ബില്ലായിട്ട് ഡിക്ലെയർ ചെയ്യുക, അതൊക്കെ ആരതാണ്, സ്പീക്കറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്ത്യയിലെ ഓർഡർ ഓഫ് പ്രെഡിസൻസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടത്തെ ഒറിജിനേഷൻ അല്ലെങ്കിൽ ഇവിടത്തെ ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 6th പൊസിഷനാണ് ആർക്കുള്ളത്, സ്പീക്കറിന് ഉള്ളത് എന്ന് പറയാം. ആദ്യത്തെ സ്പീക്കർ നമ്മൾ ബേസിക്കലി ഫാദർ ഓഫ് ദ ലോകസഭ എന്നൊക്കെ പറയാറുണ്ട്. ഫാദർ ഓഫ് ലോകസഭ എന്ന് പറയുന്നത് ഗണേഷ് വാസുദേവ് ആണ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക, പല എക്സാമിനും ചോദിക്കുന്നതാണ്. ഗണേഷ് വാസുദേവ് ആണ് ഫാദർ ഓഫ് എന്ത്, ലോകസഭ എന്ന് പറയുന്നത്. അദ്ദേഹമാണ്, ഇദ്ദേഹത്തിന്റെ ഫുൾ പേര് ഗണേഷ് വാസുദേവ് മാവലങ്കാർ എന്നാണ്. മാവലങ്കാർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാവലങ്കാർ ആണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ സ്പീക്കർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ലോങ്സ്റ്റ് സെർവിങ് സ്പീക്കർ എന്ന് പറയുന്നത് ബൽറാം ജാക്കർ ആണ്. ബൽറാം ജാക്കർ ആണ് ലോങ്സ്റ്റ് സെർവിങ് ആയിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്നത്. ആൻഡ് സ്പീക്കറിന്റെ സാലറി എന്ന് പറയുന്നത് ബേസിക്കലി കണ്ടിജൻസി ഫണ്ട് ഒന്നും അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്, അതായത് ഇപ്പം നമ്മളെ ഗവൺമെന്റിന് ടാക്സ് ഒക്കെ കിട്ടുമല്ലോ, അതിൽ നിന്നൊക്കെയാണ് ജനറലി എന്ത് ചെയ്യുന്നത്, അതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് വരുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് ഉണ്ട്, അതുപോലെ കണ്ടിജൻസി ഫണ്ട്സ് ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ട് ഈ ഫണ്ടിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് അസൈഡ് ചെയ്യും. അടുത്ത ചോദ്യം, ഹു അപ്പോയിന്റ്സ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ലോക്സഭ, പ്രസിഡന്റ്, പാർലമെന്റ്, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ശരിയായ ഉത്തരം. ഏതാണ്? പ്രസിഡന്റ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വിമൻ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ വാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ്സസ് സരോജിനി നായിഡു ആണ് കേട്ടോ ഫസ്റ്റ് വിമൻ ഗവർണർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നൺ അതർ ദാൻ സരോജിനി നായിഡു. അടുത്തത്, മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഫോർ പ്രസിഡന്റ്ഷിപ്പ്.
23 years, 21 years, 35 years and 30 years. 35 years ആണ് റൈറ്റ് ആൻസർ ആയി വരുന്നത്. പ്രസിഡന്റ് ആവണമെങ്കിൽ ഏറ്റവും മിനിമം എത്ര വേണം എന്നാണ് പറയുന്നത്? 35 years ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എന്നാ പറയുന്നത്. അവിടെ ഒരു റെഗുലേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഇല്ല. അടുത്ത ചോദ്യം, the charge of impeachment against the President of India for his removal can be pinned by both houses of parliament, Speaker of Lok Sabha and Chairman of Rajya Sabha, Governor Lok Sabha. നമ്മൾ ബേസിക്കലി പറഞ്ഞു അല്ലെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ലോകസഭയിലുള്ളവരോ രാജ്യസഭയിലുള്ളവരോ അവരെ കൊണ്ട് ഒന്നും സാധിക്കില്ല. നമുക്ക് എന്താ ബേസിക്കലി രണ്ട് കൂട്ടരും, അതായത് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റിന്റെ സപ്പോർട്ടോട് കൂടി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായി പറ്റില്ല? പ്രസിഡന്റിനെ പ്ലഗ് ഇൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മറച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ പ്രസിഡന്റിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഉള്ളത്. The chief minister of a union territory where such a setup exists is appointed by. So ചീഫ് മിനിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം അല്ലെ, ഞാൻ പറഞ്ഞു ഓരോ കോൺസെപ്റ്റുകൾ, ഇപ്പൊ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഇവരുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോരുത്തരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് അതോറിറ്റിയും അതേപോലെ ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റുമാണ് ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് അതോറിറ്റിയും അതേപോലെ ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റുമാണ്. ആൻഡ് ബേസിക്കലി ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ബേസിക് ആയിട്ട് എന്ത് പറയുന്നത്? ഇവിടെ ഈ ഒരു അപ്പോയിന്റ്മെന്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. മെജോറിറ്റി വോട്ട്, അതായത് നമ്മളെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെജോറിറ്റി വോട്ടിംഗ് കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഇവിടെ ജനറലി ഇവർ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. CM എന്ന് പറയുന്നത് ഗവർണറിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെയും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയേറ്ററി ആയിട്ട് നമുക്ക് എന്ത് പറയാം? CM-നെ പറയാനായിട്ട് പറ്റും. ഒരു ലിങ്ക്, ക്രൂഷ്യൽ ലിങ്ക് ആയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 167 ആണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതായത് നമ്മുടെ ഗവർണറും അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് പേഴ്സണായി ആര് നമുക്ക് പറയാം? CM-നെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ ഈ CM എപ്പോഴാണ് ഈ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്? പ്ലഷർ ഓഫ് ദ ഗവർണർ അല്ലെ, ഗവർണറിന്റെ കണ്ടീഷൻസ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നതാണ് പല ക്ലാഷസും പരസ്പരം ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ ഒരുപാട് ക്ലാഷസ് വരുന്ന സമയത്ത് ആരാണ് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടെ കണ്ടീഷൻ വരുന്നത് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 164 അല്ലെ, ആർട്ടിക്കിൾ 164 ബേസിക്കലി എന്ത് പറയുന്നത്? ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നു. ആരെ? ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെജോറിറ്റി നോക്കിയിട്ടാണ് ജനറലി അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പർ ആയിരിക്കണം, ആൻഡ് മിനിമം ഏജ് 25 അല്ലെങ്കിൽ അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ 25. ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആയാലും മതി. ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയാലും മതി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആണെങ്കിൽ 25 വയസ്സ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആണെങ്കിൽ 30 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ബേസിക് ആയി ഡിസ്കസ് ചെയ്യുന്നത് 163 164 ആണ് പറയുന്നത്. ഇത് കൂടാതെ 167 പറഞ്ഞു അല്ലെ നമ്മള്. അവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിസിഷൻസും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെ എല്ലാ ഡിസിഷൻസും ആരെ അറിയിക്കുന്നത്? ഗവർണറിനെ അറിയിക്കുന്നത് ഈ ഒരു ചീഫ് മിനിസ്റ്റർ ആണ്. അതേപോലെ തന്നെ എന്തുണ്ട്? നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോസ് മിനിസ്റ്റേഴ്സിന് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. അതെല്ലാം ചെയ്യുക, ക്യാബിനറ്റ് മീറ്റിംഗ്സിനെ പ്രിസൈഡ് ചെയ്യുക, ഡിസൊല്യൂഷൻ മീറ്റ് ചെയ്യുക, എല്ലാം ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 163 പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണറിനെ അഡ്വൈസ് ചെയ്യാൻ ഫോർമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 164 ആണെങ്കിൽ
മിനിസ്റ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്നു. 167 ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററിന്റെ ഡ്യൂട്ടിയുമായിട്ടാണ് അവിടെ റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് ആണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? യെസ്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു, മിസസ് ഇന്ദിരാഗാന്ധി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് സെർവ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നതും ജവഹർലാൽ നെഹ്റു ആണ്. ഗുൽസാരിലാൽ നന്ദ നമ്മൾ പറഞ്ഞു 13 days മാത്രമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത് എന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അടുത്ത എന്താണ്? ഇൻ കേസ് എ പ്രസിഡന്റ് ഡൈസ് വൈൽ ഇൻ ഓഫീസ്, വൈസ് പ്രസിഡന്റ് ക്യാൻ ആക്ട് ആസ് പ്രസിഡന്റ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്. അതായത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ വീണ്ടും ഒരു എന്താണ് വ്യക്തി വരണം അല്ലെ, പ്രസിഡന്റായി ഇലക്ട് ചെയ്യപ്പെടണം. സോ ദർ ഇസ് എ ടൈം ഗ്യാപ്പ്. ആ ടൈം ഗ്യാപ്പില് നമ്മുടെ വൈസ് പ്രസിഡന്റ് വീണ്ടും ഒരാൾ വരുന്ന ആ സമയം വരെ വൈസ് പ്രസിഡന്റിന് എത്ര കാലം പ്രസിഡന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? വൈസ് പ്രസിഡന്റിന് 6 മാസം എന്ത് ചെയ്യാം? പ്രസിഡന്റ് ആയിട്ട് ഫോർമേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ രീതിയിലുള്ള, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ ആയിട്ടാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ സെക്കൻഡ് ഹൈയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ആണ് വരുന്നത്. 63 മുതൽ 71 വരെയുള്ള ടൈം പീരീഡ് ആണ് ഇവിടെ ബേസിക് ആയിട്ട് വരുന്നത്. എക്സ് ഓഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇദ്ദേഹത്തെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ 5 വർഷത്തേക്കാണ്. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ പ്രകാരമാണ് നമ്മൾ ഇലക്ട് ചെയ്യുന്നത്. ഇവിടെ 35 വയസ്സിൽ കൂടുതൽ വേണം ഇല്ല ഒന്ന് നമുക്ക് ഇതിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാനായിട്ട്. ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് ബേസിക്കലി എന്താ? ഇദ്ദേഹത്തിന്റെ ഓഫീസ് ഓഫ് വർക്കിംഗ് എങ്ങനെയായിരിക്കണം. 64 എന്ന് പറയുന്ന എക്സ് ഓഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് രാജ്യസഭയുടെയൊക്കെ എക്സ് ഓഫീസോ ചെയർമാൻ ആണ് എന്നുള്ള കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഗവേൺ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 65 കുറിച്ച്, അതായത് നമുക്കിപ്പം അതാണ് ബേസിക് ആയിട്ട് വരുന്നത്. അതായത് ഇപ്പൊ പ്രസിഡന്റ് ഇല്ല, പ്രസിഡന്റ് മരിച്ചു പോയെങ്കിൽ 6 മാസത്തോളം വൈസ് പ്രസിഡന്റിന് എന്തായിട്ട് സെർവ് ചെയ്യാം? അദ്ദേഹത്തിന് ഇപ്പൊ പ്രസിഡന്റിന്റെ ഡെത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ അല്ലെങ്കിൽ മെജോറിറ്റി ഹൗസിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം റിമൂവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ സന്ദർഭത്തിലൊക്കെ ആർക്ക് പ്രവർത്തിക്കാനായി സാധിക്കും? നമ്മുടെ വൈസ് പ്രസിഡന്റിന് പ്രവർത്തിക്കാനായി സാധിക്കും പ്രസിഡന്റ് ആയിട്ട് എന്നാണ് ആർട്ടിക്കിൾ 65 പ്രസ്താവിക്കുന്നത്. 66 പറയുന്നത് എന്താ? ഇലക്ടറൽ കോളേജസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ബേസിക്കലി പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 35 വയസ്സെങ്കിലും എന്താ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ പ്രസിഡന്റിന്റെ മുമ്പിൽ ഓത്ത് ടേക്കിംഗ് സെറമണി ഉണ്ടാവാറുണ്ട് അല്ലെ, അത് 69 ആണ്. ആർട്ടിക്കിൾ 69 ആണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. സോ നമ്മൾ ആക്ച്വലി ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും കുറച്ച് ചോദ്യങ്ങളുമാണ്. എല്ലാവർക്കും വ്യക്തമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.